പാഠം പഠിച്ചില്ലേ കേന്ദ്ര സർക്കാർ എന്നാണ് ആന്റോ ഗസ്റ്റൺ. പഠിക്കാനും സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് എന്താണ് പാർലമെൻറ്റിൽ വന്നാൽ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ബില്ലുകളോടൊന്നും ഒരു ആത്മാർത്ഥതയില്ല കേട്ടോ ഇവർക്ക്. കാരണം പുതിയ ഉന്നത വിദ്യാഭ്യാസ പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റിട്ട് 2 ദിവസമായി. അത് കഴിഞ്ഞിട്ടാണ് പാർലമെൻറ്റ് ബില്ല് വരുന്നത്. അദ്ദേഹം അത് അവതരിപ്പിക്കുന്നില്ലല്ലോ. അദ്ദേഹം പാർലമെൻറ്റിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നില്ല. ആരാ അവതരിപ്പിക്കുന്നത്? അദ്ദേഹം ജിതേന്ദ്ര സിംഗ് ആണ് ആ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ, എന്തുകൊണ്ടായിരിക്കും കേന്ദ്രത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ബില്ല് അവതരിപ്പിക്കാത്തത്? കാരണം അവർക്ക് അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല. നിവൃത്തികേട് കൊണ്ട് അവരാദ്യം വന്ന് പറഞ്ഞു നോക്കി, ഞങ്ങളിതാ ആൻറ്റി പേപ്പർ ലീഗ് ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയി. അതിന് ശേഷമാണ് കേട്ടോ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഈ പുതിയ ഈ വിദ്യാർത്ഥികളും സമരക്കാരും പുതിയ CJP എല്ലാം പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അകത്ത് ഈ ആൻറ്റി പേപ്പർ ലീഗ് ബില്ലില്ല. അപ്പോൾ അതിന് മുൻപ് ഇങ്ങനൊരു ബില്ല് അവതരിപ്പിച്ചതെല്ലാം സോൾവ് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബില്ല് അന്ന് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ വന്ന് അവതരിപ്പിച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് അവിടെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനൊരു വേദി കിട്ടും എന്ന് വിചാരിച്ചിട്ട് പ്രതിപക്ഷം എണീക്കുന്നതിന് അപ്പുറം ആൾ എണീക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷം എണീറ്റ് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നവന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ പറയും എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ചർച്ച, ഒരു ജനാധിപത്യ രീതിയിലായ ഒരു സാധാരണ പാർലമെൻറ്റ് വിടൂ, ഒരു സാധാരണ സ്ഥലത്ത് ഒരു ചർച്ച നടത്തിയാൽ പറയാനുള്ളവന് പറയുകയും പറയാനുള്ളത് കേൾക്കാനൊരു മനസ്ഥിതി ഉണ്ടാവുമല്ലോ. അതില്ല. അത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ബില്ല് പാസ്സാക്കി പോവുകയാണ്. അപ്പോൾ ഇതിനോട് എന്ത് ആത്മാർത്ഥതയാണ്? ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്തെങ്കിലും മാറ്റം ഈ ബില്ല് കൊണ്ട് ഉണ്ടാവണം. ഇത് രാജ്യത്തെ ജനങ്ങൾ അറിയണം. ഈ ബില്ലുണ്ടാക്കി പെട്ടിയിൽ വെച്ചാൽ എല്ലാവരും അറിയോ? ഇതറിയണം. ഇത് ജനങ്ങൾക്ക് പണ്ട് ഒരു കോടതിയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതൊരു വിധി പുറപ്പെടുവിച്ച അപ്പുറം അത് ജനങ്ങൾക്കും കൂടെ ബോധ്യമാകുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കുമെന്ന് പറയുമല്ലോ. അതുപോലെ ഒരു ബില്ലുണ്ടാക്കിയിട്ടില്ല. അതെന്തിനാ? ജനങ്ങളെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അതിലൊരു രൂപരേഖ ഉണ്ടാക്കി ആ ബില്ല് പാസ്സാക്കണം എന്നുള്ളതാണല്ലോ. അതിനോട് എന്ത് ജനാധിപത്യ രീതിയിലുള്ള നയമാണെന്ന് BJP പാർലമെൻറ്റ് സ്വീകരിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കാര്യം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ തല്ലി ചതച്ചത് ഇന്ത്യ മുഴുവൻ കണ്ടതാണ്, അല്ലേ? പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചത് ഇന്ത്യ മുഴുവൻ കണ്ടതാണ്. AK-47 ഉപയോഗിച്ചത് ഇന്ത്യ മുഴുവൻ കണ്ടതാണ്. അതിന് മറുപടി ആരാണ് പറയേണ്ടത്? അതിനൊരു ആഭ്യന്തരമന്ത്രി ഈ രാജ്യത്തിന് ഇല്ലേ? ആ മന്ത്രിയോടല്ലേ ചോദ്യം ചോദിക്കേണ്ടത്? അതിന് വേണ്ടിയിട്ടാണല്ലോ പാർലമെൻറ്റ് ഉള്ളത്. ആ പാർലമെൻറ്റിൽ വന്ന് ചോദ്യം ചോദിക്കാൻ നോക്കുമ്പോൾ അവിടെ ആഭ്യന്തരമന്ത്രി ഇല്ല. എന്നാൽ ശരി, പ്രധാനമന്ത്രിയോട് ചോദിക്കാം. പ്രധാനമന്ത്രി ഇല്ല. ആഭ്യന്തര സഹമന്ത്രി ഉണ്ടോ? ആഭ്യന്തര സഹമന്ത്രി ഇല്ല. ആഭ്യന്തര സഹമന്ത്രി ഇല്ല. പ്രധാനമന്ത്രി ഇല്ല. പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? രാജ്നാഥ് സിംഗിനോടോ? ആണോടെ ചോദിക്കേണ്ടത്? അദ്ദേഹം ആരാ? അദ്ദേഹം എന്ന് പറയുന്നത് സൈന്യവുമായിട്ടാണോ ഇനി ഇന്ത്യൻ ജനങ്ങൾ സംസാരിക്കുന്നത്? ഇന്ത്യയിലെ പോലീസൊന്നുമായിട്ടൊരു ബന്ധവും ഉള്ള കാര്യങ്ങളില്ലേ പാർലമെൻറ്റിൽ? ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ഇത് ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഓരോ അടിയും ഓരോ പെല്ലറ്റും കൊണ്ടത് ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥികളുടെ മുകളിലാണ്, അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബോധ്യം ഇവർക്കുണ്ടോ? അപ്പം എന്നിട്ട് ഇപ്പോൾ എന്താണ് ഈ ഐഷി ഘോഷ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വൈരാഗ്യം തീർക്കുകയാണ്. വൈരാഗ്യം തീർക്കുന്നത് എങ്ങനെയാണ്? മുഴുവൻ ആൾക്കാരുടെ വീഡിയോ എടുത്ത് സെർച്ച് ചെയ്യാണ്. ഇതാരാണ്? ഇവരുടെ വീട് എവിടെയാണ്? ഇതെന്താ സ്ഥലം? ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതെല്ലാം സെർച്ച് ചെയ്തിട്ട് 5 വർഷവും 8 വർഷവും മുൻപുള്ള ഏതെങ്കിലും സമരത്തിൻ്റെ കേസ്, ഇത് പിടിച്ചു പറിച്ച കേസല്ല കേട്ടോ, ഇത് പീഡന കേസല്ല കേട്ടോ, ഇത് സമരം നടത്തിയ കേസാണ്. സമരം നടത്തിയ കേസിൻ്റെ ആ വാറണ്ട് എടുത്ത് വരികയാണ് 5 വർഷം കഴിഞ്ഞിട്ട്. അതാണ് ഐഷി ഘോഷ് ചോദിക്കുന്നത്. ഞാൻ ഇത്രയും നാളും ജന്തർ മന്ദിർ ഉണ്ടായിരുന്നില്ലേ? 2 മാസം ജന്തർ മന്ദിർ ഉണ്ടല്ലോ. ഞാൻ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നില്ലേ? എന്നെ അവിടെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. അവിടെ അറസ്റ്റ് ചെയ്ത പ്രശ്നമാണെന്ന് ആർക്കറിയാം? BJPക്ക് അറിയാം. അങ്ങോട്ട് പോയില്ല. എൻ്റെ വീട് സിറ്റിയിലാണല്ലോ, ഞാൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു നോട്ടീസ് തന്നോ? വരണ്ട. ഒരു സ്ത്രീയല്ലേ? ഇന്ത്യയിലുള്ള ഒരു സ്ത്രീകളെ എങ്ങനെയാണ് പോലീസ് നേരിടുന്നത് എന്നുള്ളതാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ബഹുമാനം കൊടുക്കണ്ട. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന, ഒരു കുട്ടിക്ക് കൊടുക്കുന്ന, ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന മാന്യമായ ബഹുമാനം കൊടുക്കണ്ടേ? ഒരു നോട്ടീസ് കൊടുത്തിട്ട് നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞൂടെ? ഇത് പിടിയിട്ടാ പിള്ളേരെ കൊടുത്തപോലെ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് വരികയാണ്. എന്തിനാ ഈ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് വരുന്നത്? മെസ്സേജാണ്. ഇനി ഇതുപോലെ ഒരു സമരം നടത്താൻ ഒരാളും ജന്തർ മന്ദിറിലേക്ക് വരണ്ട. വന്നാൽ നിങ്ങളുടെ എല്ലാം ഒരു കാര്യമുണ്ട്. AKG ഭവനിലുണ്ട് എന്ന് പോലീസിന് എങ്ങനെ മനസ്സിലായി? അതാ പറയുന്നത്. അതാണ് പറയുന്നത്. അതൊരു മെസ്സേജാണ് മാധു. എന്താണ്? നിങ്ങൾ SFI എന്നും DYFI എന്നൊന്നും പറഞ്ഞ് ജന്തർ മന്ദിറിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ അവസ്ഥ ഇതാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് അവിടേക്ക് വരുന്നത്. അത് പാളിപ്പോയി എന്നുള്ളതാണ്. അത് പാളിപ്പോവുകയും അത് ഇന്ത്യ ചർച്ച ചെയ്തു എന്നുള്ളതാണ്.
ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി 12 വർഷമായി നേരിടാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പി ആർ സുനിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ന്യായീകരിക്കാൻ ഇവർക്കാളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ന്യായീകരിക്കാൻ ഒരാളെ പോലും കിട്ടുന്നില്ല. ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ ന്യായീകരിക്കാൻ RSSകാരെ കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും RSSകാരനെ ബി ജെ പിക്കാരനെ കിട്ടുന്നുണ്ടോ? ഇത് തന്നെയാണ് സെൻട്രൽ അവസ്ഥ. കാരണം അവർക്ക് മാധ്യമങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നാഷണൽ മീഡിയകളെല്ലാം ഇപ്പോൾ നോക്കുന്നത് അറിയാം. നിങ്ങൾ എങ്ങനെയെങ്കിലും വേറെ വിഷയത്തെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഒരു വിഷയം കഴിയുമ്പോൾ എന്താണ് E20 ആണ് വരുന്നത്. അടുത്ത വിഷയം എന്ന് പറയുന്നത് എന്താണ്? അയോധ്യ കിടക്കുകയാണ്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഏത് നാഷണൽ മീഡിയയ്ക്ക് ഇത് വഴിതിരിച്ചു വിടാനേ കഴിയുന്നില്ല. കാരണം ബാക്ക് ടു ബാക്ക് വരുന്നതെല്ലാം ആൻറ്റി BJP, ആൻറ്റി മോഡി, ആൻറ്റി ഗവൺമെൻറ് വാർത്തകളും അതുപോലെയുള്ള സമരങ്ങളുമാണ് വരുന്നത്. ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ഇത്രയും നാൾ ചെയ്ത് എന്താണ്? ഇത്രയും ഒരു പ്രൊപ്പഗൻഡ് ചെയ്തു വിടും. എന്താണ്? ലോകത്തെ ഏറ്റവും നല്ല ഭരണാധികാരി നരേന്ദ്രമോദിയാണ്. ലോകത്തെ ഏറ്റവും വികസനം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉള്ളത് ഇന്ത്യയിലാണ്. അവർ മുഴുവൻ BJPയുടെ സപ്പോർട്ടേഴ്സാണ്. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ്? BJP ആണ്. ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏത്? RSS ആണ്. ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ആരുണ്ടാക്കിയും ഈ പറയുന്ന നാഷണൽ മീഡിയകളെല്ലാം ഉണ്ടാക്കിവിടുന്നു. ഇപ്പോൾ അത് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. അവർ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെയാണോ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത് പെട്രോളും സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പെട്രോളിൻ്റെ അകത്ത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഓടിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? അത് മനസ്സിലാക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഈ എത്തനോൾ അടിച്ച വണ്ടികളുടെ എല്ലാം കാർബറേറ്ററും ഇഞ്ചിനും എല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. എന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. E20 അതും ജനങ്ങൾക്ക് മനസ്സിലാവും. സാർ നോർമലി ചിന്തിച്ചാൽ മതി. ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും ഇന്ത്യയുടെ ആസ്ഥാനത്ത് സമരം നടത്തുകയാണ് നാളെ. ഇന്ത്യയുടെ ആസ്ഥാനത്ത് പോയിട്ട് ഓട്ടോ തൊഴിലാളി, ടാക്സി തൊഴിലാളി ഇവരുടെ സമരം പോലും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കുകയും ഇതിനേക്കാൾ ബുദ്ധിമുട്ടുന്നുണ്ട് ചിന്തിക്കുന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നെ പഞ്ചസാര 30 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് 45-55 ആയി വില. മനസ്സിലായില്ലേ? അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മുഴുവൻ ദുരിതത്തിൽ പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കിട്ടി. ഇന്ന് ഇന്ത്യയിൽ അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നിന്നാണ്. ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ടല്ലോ. എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ലല്ലോ. നമ്മുടെ വളരെ ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ വിലക്കയറ്റം നോക്കിയാൽ ചായക്ക് 15 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് കേരളം വരുത്തി വെക്കുന്നതല്ല കേട്ടോ. കേന്ദ്രം വരുത്തി വെക്കുന്ന ഒരു ചായ കിട്ടാൻ 15 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? ഇവർക്ക് വരുമാനം അതനുസരിച്ച് കൂടുന്നുണ്ടോ? ഈ വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടല്ലോ. തൊഴിലില്ലാത്തവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? തൊഴിലില്ല, അവർക്ക് ജീവിക്കാനുള്ള സംവിധാനമില്ല. കാർഷിക വിലയ്ക്ക് എന്താണ്? എല്ലാം കൊണ്ട് അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചു. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സാധനം മുഴുവൻ ഇന്ത്യയിലേക്കോട്ട് വന്നോട്ടെ എന്നുള്ള നിലയിലേക്കാക്കി. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. വലിയ ശക്തമായ സമരം വരുന്ന സമയത്ത് പാർലമെൻറ്റിൽ BJPയെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, BJPക്ക് വേണ്ടി ന്യായീകരിക്കാൻ ആളില്ല. ഞാൻ ആ പാർലമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഒരു രാജ്നാഥ് സിംഗ് ഉണ്ട്. ഒരു പ്രാവശ്യം എണീറ്റത് BJPക്കാരോട് മിണ്ടരുത് പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടെ ഇരുന്നു. കോൺഗ്രസ്സുകാരോടല്ല പറഞ്ഞത്, BJPക്കാരോട് നിങ്ങൾ മിണ്ടരുത്, അദ്ദേഹം പറയേണ്ടത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അത് മാത്രമാണ് അവിടെ കേട്ടത്. പിന്നെ ന്യായീകരിക്കുന്ന ഒരേ ഒരാളാണ്. ഈ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കേണ്ട സ്പീക്കർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരവസ്ഥ ആലോചിക്കുക. BJP ഇന്നേ വരെ കാണാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ പാഠം പഠിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാഠം പഠിക്കേണ്ടതാണെങ്കിൽ ഈ സമയത്തുള്ളിൽ പഠിച്ചേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.